അങ്ങനെയാണെങ്കിൽ if we know the atom is consisting of a positive charge center and the electrons they are revolving around the nucleus just as planets revolving around the sun. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാന്നാല് നമുക്ക് ആ പോസിറ്റീവ് ചാർജ് സെന്ററിന്റെ സൈസ് വളരെ വലുതാണെന്നാണോ വളരെ ചെറുതാണെന്നാണോ റുദർഫോർഡ് പറഞ്ഞത്? ഏണസ്റ്റ് റുദർഫോർഡ് പറഞ്ഞത് the positive charge center of an atom, that is nuclei, it is of very small size അല്ലേ? പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ റുദർഫോർഡ് അതിന്റെ സൈസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം പറഞ്ഞത് the atom is the size of a classroom, then nucleus is less than the pinhole by 99.9% of the mass of the atom in the nucleus. ക്ലാസ് റൂമിന്റെ സൈസ് ആണെങ്കിൽ ന്യൂക്ലിയസ് ഒരു പിൻഹോളിനേക്കാൾ ചെറുതാണ്, പക്ഷേ ആറ്റത്തിന്റെ 99.9% mass of the atom is concentrated at the nuclei. That means entire mass is almost concentrated at the nuclei. അല്ലേ? ആണോ? അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, അല്ലാതെ അത്രയും ചെറുതാണെങ്കിൽ does the nuclei have a structure? What are inside the nuclei? That is, what are the constituents inside the nuclei, and how are they held together in a very small space? ഇങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ സ്വാഭാവികമായിട്ടും സയന്റിസ്റ്റുകൾക്ക് ഉണ്ടായി. ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ന്യൂക്ലിയസിന്റെ ആ ഉള്ളിലുള്ള സാധനങ്ങളെ വളരെ ചെറിയ സ്ഥലത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതിലൊക്കെ പറയണമെങ്കിൽ നമുക്കൊരു ആറ്റം തിയറിറ്റിക്കലായിട്ട് എങ്ങനെയാണെന്നുള്ള അറിയാം. We know theoretically an atom can be represented as XZA. തിയറിറ്റിക്കലി ഒരു ആറ്റത്തിനെ XZA എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ Z എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ആറ്റോമിക് നമ്പറും A എന്ന് പറയുന്നത് അതിന്റെ മാസ് നമ്പറും ഈ X എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ആ ആറ്റത്തിന്റെ റെപ്രസെന്റേഷൻ, അല്ലെ? ആണോ? എക്സാമ്പിൾ ആയിട്ട് കാർബൺ 612 എന്ന് എഴുതുകയാണെങ്കിൽ അതിൽ 6 അതിന്റെ ആറ്റോമിക് നമ്പർ, 12 അതിന്റെ മാസ് നമ്പർ, ആൻഡ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇക്വേഷൻ അല്ല ആ ഒരു ലെറ്റർ ആണ്, കാർബൺ ആണ് നമുക്ക് അതിനെ മനസ്സിലാക്കി തരുന്നത്. ആണോ? And what is atomic number? That we know the total number of protons inside a nucleus ഇനെയാണ് നമ്മൾ atomic number എന്ന് വിളിക്കുക, അല്ലെ? The total number of protons ആണ്. ഒരു ആറ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെ എണ്ണത്തിനെയാണ് എന്ത് വിളിക്കുക? മാസ് നമ്പർ എ എന്ന് വിളിക്കുക. അങ്ങനെയാണ് കാർബൺ 12 ആറ്റത്തില് എ 6 ആയതുകൊണ്ട് 6 പ്രോട്ടോൺസ് ഉണ്ട്. Z12 ആണ്, അതായത് മാസ് നമ്പർ 12 ആയതുകൊണ്ട് 12 ന്യൂക്ലിയോൺസ് ഉണ്ട്. ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ ജനറൽ ആയിട്ട് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കും. നിങ്ങളപ്പം സ്റ്റുഡൻസ് എന്ന് വിളിക്കാൻ പറ്റും, പക്ഷെ ആ സ്റ്റുഡൻസ് എന്ന് പറയുന്നതിൽ നിങ്ങളെ സബ് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ബോയ്സ് ഗേൾസ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യാം, പക്ഷെ ജനറൽ ആയിട്ട് നിങ്ങളുടെ പേര് സ്റ്റുഡൻസ് എന്നല്ലേ. അതേമാതിരി ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ആറ്റത്തിനുള്ള ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ ജനറൽ ആയിട്ട് വിളിക്കുന്നത്, പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ജനറൽ ആയിട്ട് വിളിക്കുന്ന ന്യൂക്ലിയോൺസ് ആണ്. അങ്ങനെയാണ് 12 ന്യൂക്ലിയോൺസ് ആണ്. ആ 12 ന്യൂക്ലിയോൺസിൽ 6 പ്രോട്ടോൺസ് ആണെന്നുള്ളത് കൊണ്ട് 6 ന്യൂട്രോൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അല്ലെ? ടോട്ടൽ 12 ആൾക്കാരുണ്ട്, അതിൽ 6 ആൾക്കാർ പ്രോട്ടോൺ ആണെങ്കിൽ ടോട്ടൽ 12 ആയതുകൊണ്ട് 12 - 6 എന്ന് പറയുന്ന 6 ന്യൂട്രോൺസ് ഉണ്ട്. അതൊക്കെ അറിയില്ലേ? അതറിയാം. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിനും ന്യൂട്രോണിനും എപ്രോക്സിമേറ്റ്ലി സെയിം മാസ് ആണെന്നാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞത്. എപ്രോക്സിമേറ്റ്ലി സെയിം മാസ് അല്ലേ? എപ്രോക്സിമേറ്റ്ലി സെയിം മാസ് ആണ്, പക്ഷേ എക്സാക്ട്ലി സെയിം മാസ് അല്ല. മാസ് ഓഫ് പ്രോട്ടോൺ എക്സാക്ട്ലി സ്പീക്കിംഗ് 1.672631 into 10⁻⁻27 കിലോഗ്രാം ആണെങ്കിൽ മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1.674926 into 10⁻⁻27 കിലോഗ്രാം ആണ്. രണ്ടും 10⁻⁻27 അത് സെയിം ആണ്.
പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ ആരാ 4 ആണ്. അപ്പം മാസ് ഓഫ് ന്യൂട്രോൺ സ്ലൈറ്റ്ലി ലെസ്സർ ആണോ സ്ലൈറ്റ്ലി ഹെവിയർ ആണോ? From this data given, what's the mass of neutron situation? Is it slightly lesser or slightly heavier? Heavier. Slightly heavier ആണ്. അത് നമുക്കറിയാം. അപ്പം ന്യൂട്രോൺ സ്ലൈറ്റ്ലി ഹെവിയർ ദാൻ ദ പ്രോട്ടോൺ. അപ്പം ഒരു കാർബൺ 12 ആറ്റത്തിന്റെ തിയറിറ്റിക്കൽ മാസ് എത്രയാണെന്ന് ചോദിച്ചു. ഒരു കാർബൺ 12 ആറ്റത്തിന്റെ തിയറിറ്റിക്കൽ മാസ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് 6 പ്രോട്ടോൺസ് ഉണ്ട്. അതുകൊണ്ട് 6 into മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് 6 into മാസ് ഓഫ് ന്യൂട്രോൺ. അതായത് പ്രോട്ടോണിന്റെ മാസ് എത്രയാണെന്ന് അറിയാം. അപ്പം ടോട്ടൽ 6 പ്രോട്ടോൺസ് ഉണ്ടെന്ന് അറിയാം. അതേമാതിരി ന്യൂട്രോണിന്റെ മാസ് എത്രയാണെന്ന് അറിയാം. ടോട്ടൽ 6 ന്യൂട്രോൺസ് ഉണ്ടെന്ന് അറിയാം. അങ്ങനെയാണ് 6 into മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് 6 into മാസ് ഓഫ് ന്യൂട്രോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. യു വിൽ ഗെറ്റ് ആൻ ആൻസർ ലൈക്ക് 1.992647 into 10⁻⁻26. ഇത് കിട്ടും. എന്ത്? ദ ടോട്ടൽ മാസ് ഓഫ് ആര്? കാർബൺ 12 ന്യൂക്ലിയസ്. ഒരു കാർബൺ 12 ന്യൂക്ലിയസിന്റെ ടോട്ടൽ മാസ് എത്ര കിട്ടും? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ നോക്കുമ്പം 1.99 into 10⁻26 അല്ല 1.992647 into 10⁻⁻26 കിലോഗ്രാം എന്ന് പറയുമ്പം അതൊരു കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിറ്റ് അല്ല. അതായത് വളരെ ചെറിയ ഒരു വാല്യൂ ആണ് കിലോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കിലോഗ്രാം ഇസ് നോട്ട് എ കൺവീനിയന്റ് യൂണിറ്റ് ഫോർ ദ മെഷർ ഓഫ് മാസ് ഓഫ് ആറ്റം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ വേറെ ഏത് കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിറ്റ് യൂസ് ചെയ്യും എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് അവർക്ക് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ആശയം മനസ്സിലേക്ക് വന്നത്. ദേ സെഡ് കിലോഗ്രാമിന് എന്തായാലും നമ്മൾ റെപ്രസെന്റ് ചെയ്യണ്ട. എന്താ കിലോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? കിലോഗ്രാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിറ്റ് അല്ല. കാരണം കിലോഗ്രാം എന്ന് പറയുന്നത് ഈ ആറ്റത്തിന്റെ മാസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ മാസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ കാർബൺ 12 ആറ്റത്തിന്റെ ഉള്ളിൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? ന്യൂക്ലിയോൺസ് കാർബൺ 12 ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ജനറൽ ആയിട്ട് വിളിക്കുന്ന പേര്. ഞാൻ പറഞ്ഞു സ്റ്റുഡൻസ് എന്ന് നിങ്ങളെ ജനറൽ ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം കാർബൺ 12 ആറ്റത്തിനുള്ളിൽ 12 നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ട്. അതായത് 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ഉണ്ടെങ്കിൽ 12 നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1/12 ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റം എത്രയാന്ന് നോക്കി. 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിന്റെ മൊത്തമായിട്ടുള്ള ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് 1.99 ദാറ്റ് മച്ച് into 10⁻26 ആണെങ്കിൽ ആ വാല്യൂ ഡിവൈഡഡ് ബൈ 12 ചെയ്തിട്ടുണ്ട് 1/12 ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റം കിട്ടും. അത് ചെയ്ത് നോക്കിയപ്പം വി ആർ ഗെറ്റിംഗ് എ വാല്യൂ ലൈക്ക് ദിസ്. അപ്പൊ ചോദിക്കുകയാണല്ലോ ഇതും ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിറ്റ് ഒന്നും അല്ലല്ലോ. അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ 1.00539 into 10⁻⁻27 അതിനെ നമ്മള് 1U എന്ന് ഡിനോട്ട് ചെയ്തു. നമുക്ക് പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് യൂസ് ചെയ്യാന്ന് മനസ്സിലായി. അപ്പൊ ചോദിക്കുകയാണ് എത്രയാണ് ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ്? അപ്പൊ പറയാണ് 1 atomic mass unit is 1.660539 into 10⁻⁻27 kilogram. അപ്പൊ ചോദിക്കുകയാണ് വാട്ട്സ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് നമ്പർ? ഈ നമ്പറിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറിന്റെ പെക്യുലാരിറ്റി ഇറ്റ് ഇസ് ദ 1/12th മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ന്യൂക്ലിയസിന്റെ ആറ്റം എന്ന് പറയുന്നതിനെ പറയും ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല. കാർബൺ 12 ന്യൂക്ലിയസിന്റെ 1/12th മാസ് ഓഫ് കാർബൺ 12 ന്യൂക്ലിയസ് ആണ് ഈ 1.660539 into 10⁻⁻27 കിലോഗ്രാം. അതിനെയാണ് 1U അല്ലെങ്കിൽ 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അതിനാണ് എന്ത് വിളിക്കുക നമ്മള്? 1 ആറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻ കിലോഗ്രാം? ഒരു പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ എത്രയാണെന്ന് ചോദിച്ചു. എത്രയാ? അത് നമുക്കറിയാം 1.672631 into 10⁻⁻27 കിലോഗ്രാം അല്ലേ? അല്ലേ? ദ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻ കിലോഗ്രാം ഇതല്ലേ?
അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ്? നമ്മളോട് ചോദിക്കുകയാണ് പ്രോട്ടോണിന്റെ മാസ് എത്രയാണെന്ന് വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് 1.672631 into 10⁻⁻27 കിലോഗ്രാം ആണ് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു ഇത് വേണ്ട, ഞങ്ങൾക്ക് പ്രോട്ടോണിന്റെ മാസ് ആറ്റോമിക് മാസ് യൂണിറ്റിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കറിയാം എന്ത് 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.660539 into 10⁻⁻27 കിലോഗ്രാം ആണ് അല്ലേ? അങ്ങനെയാണ് മാസ് ഓഫ് പ്രോട്ടോൺ കിട്ടണമെങ്കിൽ നമുക്ക് പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ എത്രയാണെന്ന് അറിയില്ലേ? പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ എത്രയാണെന്ന് അറിയില്ലേ? അതിനെ നമുക്ക് 1 ആറ്റോമിക് മാസ് യൂണിറ്റിന്റെ വിലയോണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് ഇത്, ഈ വാല്യൂ എന്ന് പറയുന്നത് ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ വി വർ ഗെറ്റിംഗ് എ വാല്യൂ ലൈക്ക് ദിസ്. ഇതാണ് പ്രോട്ടോണിന്റെ മാസ് ഇൻ ഏത് യൂണിറ്റ്? ഏത് യൂണിറ്റ്? അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ ന്യൂക്ലിയയിലൊക്കെ അധിക സമയത്തും നമുക്ക് മാസ് ഓഫ് എ പ്രോട്ടോണോ അല്ലെ മാസ് ഓഫ് എ ന്യൂട്രോണോ അല്ലെങ്കിൽ മാസ് ഓഫ് എൻ ആറ്റം ഒക്കെ തരിക ഏത് യൂണിറ്റിലാണ്? കിലോഗ്രാമിലാണോ അറ്റോമിക് മാസ് യൂണിറ്റിലാണോ? അറ്റോമിക് യൂണിറ്റിലായിരിക്കും. അതായത് നമുക്ക് പ്രോട്ടോണിന്റെ മാസ് ആണെങ്കിലും ന്യൂട്രോണിന്റെ മാസ് ആണെങ്കിലും ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഓവറോൾ മാസ് ആണെങ്കിലും അതിനൊക്കെ അധികം തരിക അവരെ കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിറ്റിൽ അറ്റോമിക് മാസ് യൂണിറ്റിൽ. അപ്പം വാട്ട് ഇസ് 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഇസ് 1/12 the mass of carbon 12 atom. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1/12 the mass of carbon 12 atom ആണ്. And what is the exact value of 1 atomic mass unit? 1 atomic mass unitനെ 1 AMU എന്നും അല്ലെങ്കിൽ 1 U എന്നൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. 1 AMU എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്, 1 U എന്നൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അറ്റോമിക് മാസ് യൂണിറ്റിനെ കിലോഗ്രാമിലുള്ള റിലേഷൻ എന്താ? 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഇസ് ഈക്വൽ ടു പറയും. What is 1 atomic mass unit? 1.660539 into 10⁻⁻27 kilogram. -27 കിലോഗ്രാം ആണ് 1 ആറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇത് ക്ലിയർ അല്ലേ? എത്രയാ 1 ആറ്റോമിക് മാസ് യൂണിറ്റ്, എങ്ങനെയാണ് 1 ആറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ എടുക്കുന്നത്, അതേപോലെ തന്നെ 1 ആറ്റോമിക് മാസ് യൂണിറ്റ് കിലോഗ്രാമിൽ എത്രയാണ്, അതേ മരിച്ചിട്ട് പ്രോട്ടോണിന്റെ മാസ് കണ്ടുപിടിച്ചു അല്ലെ? പ്രോട്ടോണിന്റെ മാസ് ആറ്റോമിക് മാസ് യൂണിറ്റിൽ പറഞ്ഞില്ലേ? പറഞ്ഞോ? യെസ്. അപ്പൊ ഈ കൺവേർഷനും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ്? ഇനി മോൾ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതേ സാധനത്തിന് തന്നെ നമുക്ക് വേറൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് പറയാം. മോൾ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതേ സാധനത്തിന് ഞാൻ വേറൊരു രീതിയിലും കൂടി പറയട്ടെ. മോൾ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് 1 മോൾ ഓഫ് കാർബൺ 12 ആറ്റത്തില് എത്ര ഗ്രാം ഉണ്ടാവും? 1 മോൾ ഓഫ് കാർബൺ 12 ആറ്റത്തില് അക്കോർഡിംഗ് ടു ദ മോൾ കോൺസെപ്റ്റ് കാർബൺ 12 ആറ്റം ആയതുകൊണ്ട് 1 മോൾ ഓഫ് കാർബൺ 12 ആറ്റം എന്ന് പറയുന്നതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? 12 ഗ്രാം ആയിരിക്കും അല്ലേ? ആണോ? 1 മോൾ ഓഫ് ഹീലിയം, നോർമൽ ഹീലിയം ആണെങ്കിൽ He24 ആണല്ലേ നോർമൽ ഹീലിയം. അങ്ങനെയാണ് 1 മോൾ ഓഫ് നോർമൽ ഹീലിയം 4 ഗ്രാം ആണെന്ന് പറയുന്ന മാതിരി തന്നെ 1 മോൾ ഓഫ് കാർബൺ 12 ആറ്റം എത്ര ഗ്രാം ആയിരിക്കും? 12 ഗ്രാം. കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇല്ലേ? 1 മോൾ സബ്സ്റ്റൻസിനുള്ളിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി 1 മോൾ ഓഫ് കാർബൺ 12 ആയിക്കോട്ടെ, 1 മോൾ ഓഫ് ഹീലിയം ആയിക്കോട്ടെ, 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആയിക്കോട്ടെ, 1 മോൾ സബ്സ്റ്റൻസിനുള്ളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഓഫ് കാർബൺ 12 എന്ന് പറയുന്നത് 6.022 into 10⁻23 ആറ്റംസ് ഓഫ് കാർബൺ 12 ആണ്. ആണോ? ആണോ? 12 ഗ്രാം എന്ന് പറയുന്നത് കിലോഗ്രാമിലേക്ക് ആക്കുകയാണ് 12 into 10⁻³ കിലോഗ്രാം ആണ്. അതും റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ 6.022 into 10⁻23 ആറ്റംസ് ഓഫ് കാർബൺ 12 ദാറ്റ് ഇസ് ഈക്വൽ ടു 12 into 10⁻³ കിലോഗ്രാം ആണ് അല്ലെ? 12 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം എന്തായിരിക്കും? Then what is the mass of the 1 single carbon 12? ഒരു സിംഗിൾ കാർബൺ 12ന്റെ ആറ്റത്തിന്റെ മാസ് കിട്ടണമെങ്കിൽ ഈ വാല്യൂ അതായത് 12 into 10⁻³ 6.02 into 10⁻23 നോട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നാൽ ഒരു വാല്യൂ കിട്ടും. അതാണ് എന്ത്? ദിസ് ഇസ് ദ വാല്യൂ ഓഫ് മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം.
അല്ലേ? 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1/12 ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റം അല്ലേ? കുറച്ചു മുന്നേ അതിന്റെ ഡെഫിനിഷനിൽ ഞാൻ പറഞ്ഞില്ലേ, 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഇസ് ദ 1/12 മാസ് ഓഫ് ദ കാർബൺ 12 ആറ്റം ആണോ? അങ്ങനെയാണ് മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്ന് പറയുന്നത് ഇതിങ്ങനെ കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചോ? ആ മാസ് ഓഫ് കാർബൺ 12 എന്ന് പറയുന്നതിന്റെ വിലനെ 1/12 മൾട്ടിപ്ലൈ ചെയ്യേണ്ട 1 ആറ്റോമിക് മാസ് യൂണിറ്റ് കിട്ടും. അത് ചെയ്താലും നമുക്ക് 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്ന് കിട്ടി. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ വാല്യൂ തന്നെ 1.66 ഇൻറ്റു 10⁻⁻27 അല്ലേ? ആണോ? അപ്പൊ മോൾ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടും 1 ആറ്റോമിക് മാസ് യൂണിറ്റിന് എത്രയാന്നുള്ളത് പറയാം. അപ്പൊ നിങ്ങൾക്കിത് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നതിനേക്കാൾ നമുക്ക് എളുപ്പപ്പണിയില് 1 atomic mass unit is equal to 1.66 into 10⁻⁻27 kilogram ആണെന്നുള്ള ഓർത്ത് വെച്ചൂടെ? You at least remember this. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഒരേ ആൻസറിലേക്ക് തന്നെ എത്താം. ഓക്കെ, ഞാൻ ഈ ബേസ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടും 1 atomic mass unit എന്താന്നുള്ളത് റീഡിഫൈൻ ചെയ്തത്. ക്ലിയർ? Is that clear? അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ ഒരു നോട്ട് ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയോ? തൽക്കാലത്തേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, എന്നിട്ട് വിശദമായിട്ടൊന്ന് നോട്ടാക്കി ചെയ്ത് വെച്ചോ. ഇനി അടുത്തത് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഐൻസ്റ്റൈന്റെ എനർജി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഐൻസ്റ്റൈൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കില്ല, E=mc². ഹാവ് യു ലേൺഡ് ദിസ്? മാസ് എനർജി റിലേഷൻ പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഐൻസ്റ്റൈൻ പറഞ്ഞു മാസ് എന്ന് പറയുന്നതും ഒരു ഫോം ഓഫ് എനർജിയാണ്. ഹീറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണ്, ലൈറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണ് എന്നൊക്കെ പറയുന്ന മാതിരി മാസും ഒരു ഫോം ഓഫ് എനർജിയാന്ന് പറഞ്ഞു. മാറ്റർ ക്യാൻ ബി വ്യൂസ്ഡ് ആസ് എ കണ്ടൻസ്ഡ് ഫോം ഓഫ് എനർജി. അങ്ങനെയാണ് അയാൾ വെൽ പോളിഷ്ഡ് ആയിട്ട് ഈ കാര്യത്തിനെ പറ്റി പറഞ്ഞത്. മാറ്റർ എന്ന് പറയുന്നത് എനർജീനെ കണ്ടൻസ് ചെയ്ത് വെച്ച ഒരു ഫോം ആണെന്ന് അയാൾ പറഞ്ഞു. അയാൾ ഏത് ഇക്വേഷനിലൂടെ? വേൾഡ് ഫേമസ് ആയിട്ടുള്ള E=mc² എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ. മാസിന്റെ ഉള്ളിൽ എനർജി ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ മാസ് ഇസ് എ ഫോം ഓഫ് എനർജി, ഓർ ഇൻ അനദർ കോൺസെപ്റ്റ് മാറ്റർ ക്യാൻ ബി വ്യൂഡ് ആസ് ദ കണ്ടൻസ്ഡ് ഫോം ഓഫ് എനർജി. അങ്ങനെയാണെങ്കിൽ E=mc² എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിച്ചിട്ട് therefore M=E/c² എന്ന് എഴുതി കൂടെ? M=E/c² എന്ന് എഴുതാം. ഇനി കുറച്ചു മുന്നേ നമ്മൾ 1 ആറ്റോമിക് മാസ് യൂണിറ്റിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് 1.66053 into 10⁻⁻27 എന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ്, അത്ര കിലോഗ്രാം ഉള്ള ആ മാസിന്റെ എനർജി എത്രയാന്ന് ചോദിച്ചു. E=mc² എന്ന് പറയുന്ന റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അതില് M എന്ന് പറയുന്നത് മാസ് ആണെന്ന് അറിയാം. അങ്ങനെയാണ് ആ മാസിന്റെ ഉള്ളിൽ എത്ര മാസിന്റെ ഉള്ളിൽ ഇത്ര കിലോഗ്രാമിന്റെ ഉള്ളിൽ എത്ര എനർജി ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ മാസിന്റെ വാല്യൂ ഇൻറ്റു c². ആ മാസിന്റെ വാല്യൂ ഇൻറ്റു c² ചെയ്താൽ പറയാം 1 ആറ്റോമിക് മാസ് യൂണിറ്റിനുള്ളിൽ എത്ര എനർജി ഉണ്ട് എന്ന് ചോദിച്ചു. 1 ആറ്റോമിക് മാസ് യൂണിറ്റിനുള്ളിൽ എത്ര എനർജി ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ആ ആറ്റോമിക് മാസ് യൂണിറ്റിലുള്ളതിന്റെ കിലോഗ്രാമിലുള്ള വാല്യൂ ഇൻറ്റു c² ചെയ്താലാണ്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര എനർജീനെ ജൂളിൽ കിട്ടൂല ആൻസർ. Therefore, this is the energy possessed in 1 atomic mass unit. ഈ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനർജീനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിന്റെ രൂപത്തിലും റെപ്രസെന്റ് ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടില്ലേ? എനർജീനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൽ റിക്വയർ ചെയ്യുന്ന എനർജിയും അല്ലെ ട്രാൻസിഷൻ വഴി ഉണ്ടാവുന്ന എനർജീനൊക്കെ ജൂളിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം ഇലക്ട്രോൺ വോൾട്ടിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത് പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജൂളിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെക്കാട്ട് സുഖമാണ് ഇലക്ട്രോൺ വോൾട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കണം എന്താണ് ഈ 1 ഇലക്ട്രോൺ വോൾട്ട്? ആൻഡ് വി ഹാവ് ലേൺഡ് ദാറ്റ് 1 electron volt is 1.6 into 10⁻⁻19 joule എന്ന് പഠിച്ചിട്ടില്ലേ? 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 10⁻6 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് 1.6 into 10⁻13 ജൂൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ?
ഹാവ് വി ലേൺഡ് ഓൾ ദീസ് തിങ്സ്? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ്, ഈ എനർജീനെ ജൂളിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം, ഇലക്ട്രോൺ വോൾട്ടിൽ അല്ലെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വിചാരിച്ചു. എനർജീനെ ജൂളിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു 1.6 into 10 raised to minus 13 1.6 into 10 raised to minus 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എനർജീനെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടതെങ്കിൽ ജൂളിൽ കിട്ടിയ ആ വാല്യൂവിനെ 1.6 into 10 raised to minus 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടില്ലേ? ജൂളിലുള്ള സാധനത്തിനെ വേണമെങ്കിൽ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്കും കൺവേർട്ട് ചെയ്യാം, മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉള്ള സാധനത്തിന് വേണമെങ്കിൽ ജൂളിലേക്കും കൺവേർട്ട് ചെയ്യാം, അല്ലേ? ശരിയല്ലേ? ഹാവ് യു ലേൺഡ് ദാറ്റ്? അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് 1 joule is equal to 1 by 1.6 into 10 raised to minus 13 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നും പറഞ്ഞൂടെ? Can we say like this? അപ്പം ഇത്ര ജൂൾ എന്ന് പറയുന്നത് എത്ര മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ബൈ 1.6 into 10 raised to minus 13 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. ആ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട്സ് ദി വാല്യൂ ദാറ്റ് വി ഹാവ് ഒബ്റ്റെയിൻഡ്? 931.478 അത്ര മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ, അല്ലെ? മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ സി റേസ് ടു ഇൻറ്റു സി റേസ് ടു മൈനസ് 2. കുഴപ്പമില്ലല്ലോ? അപ്പം ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി, ഈ വാല്യൂ കിട്ടി. അപ്പം വെറുതെ പറയുകയാണെങ്കിൽ ഒരു ആറ്റോമിക് മാസ് യൂണിറ്റിനുള്ളിൽ എത്ര എനർജി ഉണ്ട്? നമ്മൾ പറയുക ഇത്ര എനർജി ഉണ്ട്. അത് ജൂളിലല്ലേ? ഇലക്ട്രോൺ വോൾട്ടിലാണ് എത്ര എനർജി ഉണ്ട്? അതിനുള്ളിൽ ഇത്ര എനർജി മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ. ഇത്ര എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ആറ്റോമിക് മാസ് യൂണിറ്റിനെ 1.66 into 10 raised to minus 27 എഴുതിക്കൂടെ? ഇല്ലേ? ഇനി എനർജി നമുക്ക് കിട്ടിയത് 931.478 എന്നാണ്, അല്ലേ? അത്ര മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടിയത്. അതിനെ മാസിന്റെ ഇക്വാലന്റ് ആക്കുകയാണ് വെച്ചോ. മാസിന്റെ ഇക്വാലന്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈസിക്കൽ എം സി സ്ക്വയർ അല്ലേ? ആണോ? അപ്പൊ എം ഇസ് ഈക്വൽ ടു ഇ ബൈ സി സ്ക്വയർ അല്ലേ? നോക്ക്, എം ഇസ് ഈക്വൽ ഇ ബൈ സി സ്ക്വയർ അല്ലേ? ആണോ? എം ഇസ് ഈക്വൽ ഇ ബൈ സി സ്ക്വയർ അല്ലേ? എനർജിയുടെ യൂണിറ്റ് നമ്മൾ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലല്ലേ കിട്ടിയത്? സി സ്ക്വയറിനെ ഞാൻ സി റേസ് ടു മൈനസ് 2 നോക്കട്ടെ. അപ്പം ഇത്ര മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടിയ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ചെയ്തിട്ടുണ്ട്, അത്ര മാസ് കിട്ടും എന്ന് പറഞ്ഞൂടെ? അല്ലേ? ഈ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ചെയ്തിട്ടുണ്ട്, അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള മാസ് ആണ് 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയാം, അല്ലേ? അപ്പം ഇങ്ങനൊരു വാല്യൂ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് 931.478 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള സാധനത്തിനെ സി സ്ക്വയറിനോട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത്രയാണ് ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നും പറഞ്ഞൂടെ? പറയാം. അപ്പം ഇങ്ങനെ ആറ്റോമിക് മാസ് യൂണിറ്റിനെ കിലോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം എനർജിയുടെ ടേംസിൽ, ഏത് എനർജിയുടെ ടേംസിൽ? മെഗാ ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജിയുടെ ടേംസിൽ റെപ്രസെന്റ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ സി സ്ക്വയർ ചെയ്തിട്ടാണ് മാസിന് ഉണ്ടാക്കിക്കൂടെ? അപ്പൊ ഇതിനകത്ത് ഒരു ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം എനർജീനെ കണ്ടൻസ്ഡ് ഫോം ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ട്, അല്ലെ മാറ്ററിനെ കണ്ടൻസ്ഡ് ഫോം ഓഫ് എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റുന്നില്ല പറഞ്ഞത്? ഡിഡ് ഐ സേ ലൈക്ക് ദാറ്റ്? അപ്പം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി നോക്കിക്കോ, ഇതിന് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്ക്. ക്യാൻ യു സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? The mass equivalent of 931 mega electron volt energy is.
931 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് മറ്റേ കിട്ടിയ വാല്യൂ അല്ലേ? 1.6 in 10 power minus 27. അത് 1.6 into 10 raised to minus 27 കിലോഗ്രാം ആണ്. അതായത് 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ് അല്ലേ? അത് 1 AMU അല്ലെങ്കിൽ 1 U ആണ്. ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ഇല്ല. 1 atomic mass unit is equal to എന്താ? All of the above. 1.66 into 10 raised to minus 27 കിലോഗ്രാം ആണോ? ആണ്. 1/12 the mass of carbon 12 atom ആണോ? ആണ്. 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി ആണോ? ആണ്. അപ്പൊ all of the above അല്ലേ? കാര്യം മനസ്സിലായോ? Is that clear to you? പിന്നെ 1.007 U equal to അതെന്താ? കുറച്ചു മുന്നേ നമ്മളൊരു സാധനം ചെയ്തു അല്ലേ? എന്ത്? പ്രോട്ടോണിന്റെ മാസ് എത്രയാന്ന് കിട്ടി? പ്രോട്ടോണിന്റെ മാസ് എത്രയാന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു? 1.007 U ആണോ? ആണോ? അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. 1 U equal to എത്രയാ? 1.6 into 10 power 66 into 10 raised to minus 27 kilogram അല്ലേ? അപ്രോക്സിമേറ്റ്ലി ആണോ? അങ്ങനെയാണെങ്കിൽ 1.007 U എന്ന് പറയുന്നത് 1.007 into എന്ത്? 1.66 into 10 raised to minus 27 kilogram അല്ലേ? ആണോ? ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 1.007 into 1.66 ചെയ്താൽ എത്ര കിട്ടും? 1.67 into 10 power minus 27 kilogram. ഏതാ ഓപ്ഷൻ? A, B, C ആണോ D ആണോ? ഏതാണ്? Which is the correct option for this particular question? അല്ലല്ല B. 1.67 ആണോ കിട്ടുന്നത്? 1.66 തന്നെയാണോ കിട്ടുന്നത്? 1.66 ചെയ്താല് 1.67 ആണ് കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി അല്ലേ? ഇതിന്റെ ആൻസർ 1.67 ആണ് കിട്ടുന്നതെങ്കിൽ this should be the answer അല്ലേ? കുഴപ്പമില്ലല്ലോ? The number of neutrons in uranium 238. യുറേനിയം 238 എത്ര ന്യൂട്രോൺസ് ഉണ്ട് എന്ന് വെച്ചു. അപ്പൊ ഈ 238 എന്ന് പറയുന്ന ആരാ? ന്യൂട്രോൺസിന്റെ എണ്ണാണ് അല്ലേ? ആണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടാം? നമ്പർ ഓഫ് ന്യൂട്രോൺസ് can I say this as ആര്? A ആണോ Z ആണോ? ഏതാ? ഇത് മാസ് നമ്പർ ആണോ അറ്റോമിക് നമ്പർ ആണോ? മാസ് നമ്പറിനെ A അല്ലേ? അറ്റോമിക് നമ്പറിനെ Z അല്ലേ? ഇപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടണേ A മൈനസ് Z അല്ലേ ചെയ്യേണ്ടത്? A മൈനസ് Z എന്ന് പറയുമ്പം 238 മൈനസ് ആര്? 92. അപ്പൊ എത്രയാ? എന്റെ ആൻസർ എത്രയാ? 146. അങ്ങനെയാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ യുറേനിയം 238 എന്ന് പറയുന്നത് 146. കുഴപ്പമില്ലല്ലോ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് 92. നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എത്രയാ? നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് 238 അല്ലേ? അതൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ആറ്റോമിക് മാസ് യൂണിറ്റിനെ കിലോഗ്രാമിലും എനർജിയുടെ ഇക്വാലന്റ് ആയിട്ടും എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതും നമുക്ക് മനസ്സിലായി. Is that clear to all of you? Yes. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ then let's just move forward. നമുക്ക് ഇനി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കുറെ ഐസോ ആൾക്കാരെ ന്യൂക്ലിയസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പം we could speak about many iso molecule, isonucleus, isotopes, isobars, isotons and isomers. നമുക്ക് ന്യൂക്ലിയനെ കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് ഐസോ ആളുകൾ ആരൊക്കെയാ? ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോട്ടോൺസ്, ഐസോമേഴ്സ്. ഐസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം എന്നാണ്.
ഐസോ എന്ന് പറയുന്നത് എന്താ? Same. Same. Therefore, what is an isotope? എന്താണ് ഒരു ഐസോടോപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് ഒരു ഐസോടോപ്പ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഐസോടോപ്പ് എന്ന് പറയുന്നതിനെ സിംബോളിക്കൽ ആയിട്ട് നമുക്ക് XZA1 XZA2 എന്ന് എഴുതാം. കാണുന്നുണ്ടോ? ക്യാൻ യു സി ഐസോടോപ്പിനെ ഞാൻ XZA1 XZA2 എന്ന് എഴുതിയ? ഇതിൽ നിന്ന് ക്ലിയർ ആണ്, Z ആണ്, ഇവിടെയും Z ആണ്. അപ്പം സെയിം അറ്റോമിക് നമ്പർ ആണോ മാസ് നമ്പർ ആണോ? ഐസോടോപ്പിന് സെയിം അറ്റോമിക് നമ്പർ ആണോ സെയിം മാസ് നമ്പർ? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ അല്ലെ? അപ്പൊ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ള ആ ടൈപ്പ് ആറ്റംസിനെയാണ് എന്ത് വിളിക്കാം, അല്ലെ ആ ടൈപ്പ് ന്യൂക്ലിയകളെയാണ് എന്ത് വിളിക്കാം? എക്സാമ്പിൾ ആയിട്ട് നോർമൽ ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. H11 എന്ന് പറയുന്നത് നോർമൽ ഹൈഡ്രജൻ അല്ലെ പ്രോട്ടിയം. നോർമൽ ഹൈഡ്രജൻ നമ്മൾ പ്രോട്ടിയം എന്നല്ല വിളിക്കാം, ആണോ? ആണ്. H12 എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം, ഡ്യൂട്ടീരിയം. H13 എന്ന് പറയുന്നത് ട്രിഷ്യം. മൂന്നും H തന്നെയല്ലേ എഴുതിയത്? മൂന്നിന്റെയും ഇക്വേഷനിൽ H തന്നെയാണല്ലോ, അതായത് മൂന്നും ഹൈഡ്രജൻ തന്നെയാണ്. പക്ഷെ നോർമൽ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ എങ്കിൽ ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 2 ന്യൂക്ലിയോൺസ് ഉണ്ട്, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. ട്രിഷ്യത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 2 ന്യൂട്രോണും ഒരു പ്രോട്ടോണും ഉണ്ട്. ടോട്ടൽ 3 ന്യൂക്ലിയോൺസ് അല്ലേ? ആണോ? അപ്പം അറ്റോമിക് നമ്പർ സെയിം ആണെങ്കിലും മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ന്യൂക്ലിയസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഐസോടോപ്സ്. ഐസോടോപ്സ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആണോ സെയിം ന്യൂക്ലിയർ മാസ് ആണോ കാണിക്കുക? ഐസോടോപ്പുകൾ സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആണോ കാണിക്കുക സെയിം ന്യൂക്ലിയർ മാസ് ആണോ കാണിക്കുക? കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. അതായത് ഹൈഡ്രജൻ കാണിക്കുന്ന അതേ കെമിക്കൽ പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും ഡ്യൂട്ടീരിയം കാണിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടിയും ട്രിഷ്യം കാണിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടിയും. ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് വാട്ടർ ഉണ്ടാക്കുകയാണെങ്കിലും ഡ്യൂട്ടീരിയം ഉപയോഗിച്ചിട്ട് വാട്ടർ ഉണ്ടാക്കുകയാണെങ്കിലും ട്രിഷ്യം ഉപയോഗിച്ച് വാട്ടർ ഉണ്ടാക്കുകയാണെങ്കിലും അവരൊക്കെ കാണിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും അല്ലേ? പക്ഷേ ന്യൂക്ലിയർ മാസ് 3 ഹൈഡ്രജന്റെയും ഡിഫറെന്റ് ആയിരിക്കും. ശരിയല്ലേ? ഇനി അടുത്തതായിട്ട് ഐസോബാർസ്. ക്യാൻ യു സീ ദ നെക്സ്റ്റ് ഐസോ തിങ്? ദാറ്റ് ഇസ് ഐസോബാർസ്. കണ്ടോ? ഐസോബാർസ് എന്ന് പറയുന്നതിനെ XX തന്നെയാണോ ഡിനോട്ട് ചെയ്തത്? അല്ല, ഇവിടെ X ആണെങ്കിൽ ഇവിടെ ആരാ? Y ആണ് അല്ലേ? X Z1A Y Z2A. രണ്ടു സ്ഥലത്തും A തന്നെയാണ് അല്ലേ? രണ്ടു സ്ഥലത്തും A തന്നെയല്ലേ? അപ്പം സെയിം എന്താണ്? അറ്റോമിക് നമ്പർ ആണോ സെയിം മാസ് നമ്പർ ആണോ? Isobars are nuclei with same mass number but different atomic number. Mass number ആണ് സെയിം, atomic number different ആണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, can you see H13 and can you see He23? രണ്ടും സെയിം ആറ്റ് ആണോ? H13 He23 ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈഡ്രജൻ ആണ് മറ്റേത് ഹീലിയാണ്. ഒന്ന് ഹൈഡ്രജൻ ആണ് മറ്റേത് ഹീലിയാണ് അല്ലെ? പക്ഷെ രണ്ടിലും 3 സെയിം അല്ലേ? അതായത് രണ്ടിലും എന്തുണ്ട്? മാസ് നമ്പർ 3 ആണ്. അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന്റെ എണ്ണം 3 ആണ്. ട്രിഷ്യത്തില് മാസ് നമ്പർ 3 ആവുന്നത് എന്തുകൊണ്ടാണെന്നാല് ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടിയിട്ടാണ് മാസ് നമ്പർ 3 ആവുന്നത്. പക്ഷേ ഹീലിയം 3-ല് മാസ് നമ്പർ 3 ആവാൻ കാരണം ടോട്ടൽ 3 ആൾക്കാരാണുള്ളത്. പക്ഷെ ആ 3 ആൾക്കാരില് ഒരാള് ന്യൂട്രോണും 2 ആൾക്കാർ പ്രോട്ടോണും ആണ്. ആണോ? Therefore, are they having same chemical property or same nuclear mass? Chemical property എന്തായാലും അല്ലല്ലോ. അല്ല. പക്ഷെ ന്യൂക്ലിയർ മാസ് അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കും. കാരണം മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും തമ്മിൽ എൻറ്റയർ ഡിഫറൻസ് ഇല്ലല്ലോ. ന്യൂട്രോണിന്റെ മാസും പ്രോട്ടോണിന്റെ മാസും തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് അല്ലേ ഉള്ളൂ, അല്ലാണ്ട് കംപ്ലീറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. അവരുടെ ന്യൂക്ലിയർ മാസ് അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കും, പക്ഷെ ദേ ആർ ഹാവിങ് ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടി. അങ്ങനെയുള്ളതിനെയാണ് ഐസോബാർസ്. ഐസോബാർസ് എന്താണെന്ന് മനസ്സിലായില്ലേ?
യെസ്. ഇനി അടുത്ത ആളെ വിളിക്കുക, ഇങ്ങനെ ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താ പറയുക? ടോൺസ് എന്നാണോ ഐസോടോൺസ് എന്നാണോ? Isotones. Isotones. We should call the next thing as isotones. ഇതിനെ വായിക്കേണ്ട ഐസോടോൺസ് എന്നാണ് അല്ലേ? ആണോ? ചോദിക്കുകയാണ് ഐസോടോൺസ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസോടോൺസ് ആരാന്നുള്ളതിന്റെ ഹിന്റ് ഇതാ ഇതിന്റെ ഉള്ളിലുണ്ട്. XZ1, YZ2A2. അറ്റോമിക് നമ്പർ സെയിം ആണോ? അല്ല. മാസ് നമ്പർ സെയിം ആണോ? അല്ല. പിന്നെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ സെയിം അല്ല, പിന്നെ എന്തിനാ ഐസോ എന്ന് പേരിടുന്നില്ലേ? ഐസോ എന്ന് പറഞ്ഞാൽ എന്തോ സെയിം എന്നുള്ളതല്ലേ? അറ്റോമിക് നമ്പറും സെയിം അല്ല, മാസ് നമ്പറും സെയിം അല്ല, പിന്നെ എന്താണ് ഈ ഐസോ? ഐസോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ A-Z1 അല്ലെ A1 - Z1 ഈക്വൽ ടു A2 - Z2. A- Z ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അറിയില്ലേ? A- Z ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെ? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പറിനെ കുറയ്ക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടൂലേ? ആണോ? അപ്പൊ A1 - Z1 ഈക്വൽ ടു A2 - Z2 എന്നാണെങ്കിൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണോ? അപ്പൊ വാട്ട് ആർ ഐസോടോൺസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം ദേ ആർ atoms with different atomic number and different mass number but with same number of neutrons. What are isotones? Atoms with different atomic number, different mass number, but they are having same number of neutrons. ശരിയല്ലേ? ആണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ Hg98ഉം Au97ഉം എടുത്തു. Hg98ഉം Au97ഉം എടുക്കുകയാണെങ്കിൽ ഇവിടെ 80 ആണ്, ഇവിടെ 79 ആണ്. സെയിം ആണോ? അല്ല. ഇവിടെ 198 ആണ്, ഇവിടെ 197 ആണ്. സെയിം ആണോ? അല്ല. പക്ഷേ 198 - 80 198 - 80 is equal to ആര്? 197 - 79. ശരിയല്ലേ? അപ്പം എത്രയാ അത്? ആ വാല്യൂ എത്രയാ? 198 - 80 എത്രയാ? What's that value? 18. എത്രയാ? 28. 80. അതായത് 198 - 80 എത്രയാ? 18 ഓ? 198 - 80. 110. 1 10. 1 110. 110 ആണോ? 118 ആണോ? എത്രയാ? 118. 118. അപ്പം രണ്ടിലും 118 ന്യൂട്രോൺസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവർ രണ്ടാളും എന്തെല്ലാം സെയിം ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിലും സെയിം ന്യൂട്രോൺസ് ആണ്. എത്രയാ? ഇതിലും ഫസ്റ്റത്തേലും 118 ന്യൂട്രോൺസ് ആണ്, സെക്കൻഡത്തേലും 118 ന്യൂട്രോൺസ് ആണ്. Is that clear to you? Clear? ആണ്. ഇനി ഐസോമേഴ്സ് എന്താന്ന് പെട്ടെന്ന് പറയാം, അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഐസോമേഴ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റോമിക് നമ്പറും സെയിം ആണ്, മാസ് നമ്പറും സെയിം ആണ്. അപ്പൊ എന്താ ഡിഫറെന്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ന്യൂക്ലിയർ എനർജി. ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ, സെയിം മാസ് നമ്പർ ആൻഡ് വിത്ത് ഡിഫറെന്റ് ന്യൂക്ലിയർ എനർജി, അതിനാണ് ഐസോമേഴ്സ് എന്ന് വിളിക്കുക. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇതേ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യട്ടോ. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇതേ ലിങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യും.